ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ക്രിസ്മസിന് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ട്രീ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു വേസ്റ്റ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ. നമുക്ക് ഈ ഒരു ഷേപ്പുള്ള ബോട്ടിലാണ് അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഈ ഷേപ്പിൽ തന്നെ പല അളവിലുള്ള ബോട്ടിൽസും നമുക്ക് അവൈലബിൾ ആണ്. ഞാനിവിടെ ഒരു 600 മില്ലിയുടെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് നല്ല വലിപ്പത്തിന് തന്നെ കിട്ടും. അപ്പോൾ കാണാൻ ഇച്ചിരിയുടെ ഭംഗിയായിരിക്കും. അല്ല ചെറിയ മിനിയേച്ചർ സൈസ് ട്രീ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ ബോട്ടിൽ എടുത്താലും മതിയേ. പ്ലാസ്റ്റിക് ബോട്ടിൽ ആയത് കാരണം ചിലപ്പോൾ കാറ്റടിച്ചാലോ ഒന്ന് തൊട്ടാലോ ഒക്കെ ചിലപ്പോൾ കമന്ന് തറയെ വീഴും. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് വെയിറ്റ് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. കല്ലോ മണ്ണോ അല്ല എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങൾ. കാരണം ഇത് നമുക്ക് പുറത്ത് കാണത്തില്ല എന്ത് തന്നെ ഇട്ട് കൊടുത്താലും. പക്ഷേ നമുക്ക് വെയിറ്റ് ഇച്ചിരി വേണം. അത് പെട്ടെന്ന് തറയിൽ പോകാത്ത രീതിയിൽ ഇരിക്കാൻ കണക്കിന് എന്തിട്ട് കൊടുത്താലും മതിയേ. ഞാൻ ഇട്ട് കൊടുത്ത മണ്ണിന് ചെറിയ നനം ഉണ്ടായിരുന്നു. അത് കാരണം എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് കുഴപ്പമില്ല. ഇത് കാണുന്നതല്ല. ഇത് നമുക്ക് ഇനി ടൈറ്റായിട്ടൊന്ന് അടച്ചെടുക്കാം. നമുക്ക് ഈ ട്രീ ചെയ്യാനായിട്ട് വേണ്ടത് 2 ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഞാനിവിടെ ഒരു പച്ച കളറും അതുപോലെ തന്നെ സിൽവർ കളറും എടുത്തിട്ടുണ്ട്. ഈ പച്ച ഫോം ഷീറ്റിൻ്റെ കുറച്ചൊരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും താഴെ ബോട്ടത്തിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് പിടിപ്പിക്കണേ. അടുത്തതായിട്ട് ഞാനിവിടെ സിൽവർ കളറ് ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു 6 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും വെച്ച് കുറേ പീസസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഈ സിൽവർ ഒരു ഫോം ഷീറ്റ് മുഴുവനായിട്ട് നമുക്ക് വേണം. ഇത് മുഴുവനും 6 സെൻറ്റിമീറ്റർ നീളത്തിലും 1 സെൻറ്റിമീറ്റർ വീതിയിലും നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഇതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ ടിപ്പിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു 10-15 എണ്ണം ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. കാരണം അത് ഗ്ലൂ നന്നായിട്ട് ഒട്ടി പിടിക്കാൻ ടൈം എടുക്കുന്നുണ്ട്. അത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ടൈം കൺസ്യൂമിങ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിന് പകരമായിട്ട് സ്റ്റാപ്ലർ യൂസ് ചെയ്തു. ഈ സ്റ്റാപ്ലർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് കറക്റ്റ് പൊസിഷനിൽ സ്റ്റാപ്പിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 സെക്കൻഡിൽ കാര്യം തീരും. അപ്പോൾ അതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാനിത് കുറേ സ്റ്റാപ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ ഫോം ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ കളർ ഫോം ഷീറ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചിലർ ബോട്ടിലിൽ ഗ്ലൂ അപ്ലൈ ചെയ്യും. അത് വന്നിട്ട് ചൂട് കൂടുതലാണെങ്കിൽ ബോട്ടിൽ ഉരുകി പോകാനും അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരാനും ചാൻസ് ഉണ്ട്. അപ്പം ബോട്ടിലിൽ നമ്മൾ ഒരിക്കലും ഗ്ലൂ അപ്ലൈ ചെയ്യരുത്. ഇതുപോലെ ഫോം ഷീറ്റിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ബോട്ടിലോട്ട് ഒന്ന് ഒട്ടിക്കാൻ. ഇത് നമുക്ക് ഇതുപോലെ ഒരു വട്ടം ചുറ്റിനും ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ലെയർ ഫുള്ളും ഇതുപോലെ ചുറ്റോടും സിൽവർ കളർ ഫോം ഷീറ്റിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അടുത്തൊരു ലെയർ വെച്ച് പിടിപ്പിക്കണം. അതിന് ഞാനിവിടെ ഗ്രീൻ കളർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സിൽവർ കളറിന് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ സെയിം പാറ്റേണിൽ തന്നെ ഇതും കട്ട് ചെയ്ത് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അതായത് 6 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന കുറേ പീസസാണ്. അതിനെ ചേർത്ത് ഇതുപോലെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ സിൽവർ കളർ ഒട്ടിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗ്രീൻ കളർ സിൽവർ കളർ ഫോം ഷീറ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് ആ ബോട്ടിൽ വേണം ഒട്ടിച്ചെടുക്കാനേ. ഞാനിവിടെ 2 കളർ ഫോം ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതല്ല ഒരു കളർ സിംഗിൾ കളറാണ് ഇഷ്ടം ഉള്ളവർക്ക് സിംഗിൾ കളർ യൂസ് ചെയ്ത് ഇത് ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഗ്രീൻ കളർ മാത്രമാണെങ്കിലും നല്ല ഭംഗിയായിട്ടിരിക്കും. പക്ഷേ ഞാനിവിടെ കുറച്ച് സിൽവറും കൂടെ വന്നാൽ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വീതി കുറഞ്ഞ് ബോട്ടിൽ ചെറുതായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ഈ ഫോം ഷീറ്റ് 1 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കുറയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും നമ്മുടെ ഈ ട്രീക്ക്. അതായത് 0.7 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 0.5 സെൻറ്റിമീറ്ററോ ഒക്കെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുവേ. ഞാനിപ്പോൾ ഏകദേശം ഇത് തീരാറായി. ക്യാപ്പിൻ്റെ പൊസിഷനിൽ വന്നിട്ടുണ്ട് നമ്മൾ. കുഴപ്പമില്ല, അതും ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതിയാവും. അടുത്തതായിട്ട് നമുക്ക് ഈ ടോപ്പും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറ് ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് 0.5 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്ത് സ്റ്റാപ്പിൾ ചെയ്തതാണ്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അതായത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഈ ക്യാപ്പിൻ്റെ മിഡിലായിട്ടൊന്ന് ഒട്ടിക്കണം. പിന്നെ അത് അതുപോലെ തന്നെ നമ്മൾ അതിന് താഴെ വെച്ചിരിക്കുന്ന ആ സിൽവർ കളർ ഫോം ഷീറ്റിലും ഒന്ന് ഒട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, അത് കാണാനൊരു ഭംഗിയില്ല. ഇതിങ്ങനെ താന്ന് നിൽക്കുന്നതാണ് ഭംഗി. അത് കാരണം കുറച്ച് നീളത്തിൽ തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് എല്ലായിടത്തും ഒട്ടുന്ന രീതിയിൽ ഇതൊന്ന് ഒട്ടിച്ച് പിടിപ്പിക്കണേ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഫുള്ള് കവറായി, ബോട്ടിൽ ഒട്ടും തന്നെ കാണാത്ത രീതിയിൽ കവറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റാറും കൂടെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റാർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ സെയിം ആയിട്ടുള്ള 2 സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒട്ടിച്ചെടുത്ത സ്റ്റാർ നമ്മുടെ ട്രീയുടെ ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. 2 ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ട്രീ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ക്രിസ്മസിന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.